ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഡാലിയ കളക്ഷൻസ്. ഞാൻ അഞ്ജു. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ആദ്യ സെയിലിന്റെ ഭാഗമായിട്ടുള്ള ഓഫർ വീഡിയോ ആണ്. സാരീസ് ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എപ്പോഴും ഞാൻ പറയാനുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. നമുക്ക് ഫസ്റ്റ് പേയ്മെന്റ് ചെയ്ത് കൺഫേം ചെയ്യുന്നവരായിരിക്കും ഐറ്റം ഡിസ്പാച്ച് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് തീർന്നു പോകും, കാരണം ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാവില്ല. ഓരോന്നിനും ഒന്നോ രണ്ടോ അതിൽ കൂടുതലൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവൈലബിൾ ആണെന്ന് നോക്കിയാണെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുക, പേയ്മെന്റ് ചെയ്ത് കൺഫേം ചെയ്യുക. അതുപോലെ റിട്ടേൺ എക്സ്ചേഞ്ച് അതൊന്നും അവൈലബിൾ ആയിരിക്കില്ല. നമ്മൾ ഇവിടുന്ന് ചെക്ക് ചെയ്തിട്ട് വിട്ടുള്ള ഒന്നും ഡാമേജ് മെറ്റീരിയൽസ് അല്ല നമ്മൾ കാണിക്കുന്നത്, എങ്കിലും ഒന്നുകൂടെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അയക്കുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഫസ്റ്റ് സാരി വരുന്നതാണ് നല്ല ഭംഗിയുടെ ഒരു ഓറഞ്ച് കളറിലേക്ക് വരുന്ന കാന്താ വർക്ക് സാരിയാണ് കേട്ടോ. ഇതാ നല്ല ഭംഗിയാണ് കാണാൻ. ഇതൊക്കെ എന്ത് ഭംഗി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് ചെയ്തിട്ടുള്ള സാരി തന്നെയാണ്. ഒരു പർട്ടിക്കുലർ കോമ്പിനേഷനിലേക്ക് ത്രെഡ് എംബ്രോയിഡറി വർക്ക് പോകുന്നു. ഫുള്ളായിട്ടും ഹാൻഡ് വർക്ക്ഡ് ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇതിനകത്ത് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. മുന്താണി ഹെവി ആയിട്ട് തന്നെ ഇതുപോലെ വരുന്നു. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് സ്ലീവ് എൻഡിലേക്ക് ഇതുപോലെ ബോർഡറും വരുന്നുണ്ട്. എല്ലാത്തിൻ്റെയും പ്രൈസ് ഒറിജിനൽ പ്രൈസും ഓഫർ പ്രൈസും സ്ക്രീനിൽ തന്നെ ഉണ്ടാവും. അടുത്തത് നോക്കാം. ഇതൊരു ഹാൻഡ്ലൂം കോട്ടൺ സാരിയാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ളൊരു ആഷ് കളറിലേക്ക് വരുന്നു. ഇങ്ങനെയാണ് വരുന്നത്. മുന്താണി വരുന്നത് ഇതുപോലെ ടാസിൽസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് വിത്ത് ബോർഡറോട് കൂടിയിട്ട് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു ഇതുപോലെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു ബാംബു ടെസർ ഫാബ്രിക്കിലേക്ക് വരുന്ന സാരിയാണ് കേട്ടോ. അടുത്ത ഒരു മെറൂൺ ഷെയ്ഡ്, ഒരുപാട് അങ്ങ് ഡാർക്ക് അല്ലാത്ത ഒരു മെറൂൺ ഷെയ്ഡിലേക്ക് സെൽഫ് ബൂട്ട വീവിംഗ് ആണ് പോകുന്നത്. ഇതുപോലെ ബോർഡറിലേക്ക് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. ഇങ്ങനെയാണ് വരുന്നത്. മുന്താണി വരുന്നത് ഇങ്ങനെ ടാസിൽസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വന്ന് സെമി ടെസറിൽ തന്നെ നല്ലൊരു ടിഷ്യൂ വീവിംഗുമായിട്ട് ഒരു പാർട്ടി വെയർ ആയിട്ട് പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാരിയാണ് കേട്ടോ. നല്ലൊരു നേവി ബ്ലൂ കളർ ഷെയ്ഡിലേക്ക് വരുന്ന ഒരു കോപ്പർ ജെറി വീവിംഗ് ആണ് അതിലേക്ക് പോകുന്നത്. നല്ല ഹെവി ആയിട്ട് നല്ലൊരു ഹെവി ഫീൽ തരുന്ന സാരി തന്നെയാണ് കേട്ടോ. അതിൻ്റെ പാറ്റേൺ പോകുന്നത് ചെറിയൊരു ബോർഡർ വരുന്നുണ്ട്. മുന്താണി വരുന്നത് ഇങ്ങനെ ടാസിൽസും അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് റണ്ണിങ് ആയിട്ട് തന്നെ വരുന്നു. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന വെജിറ്റബിൾസിലേക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാരിയാണ്. നല്ലൊരു ഗ്രീൻ കളറിലേക്ക് അതിലേക്ക് സിൽവർ കളർ സ്റ്റോൺസ് ആഡ് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബോർഡറും അതുപോലെ സ്കാറ്റേഡ് ആയിട്ടും അത് ചെയ്തിട്ടുണ്ട്. പ്ലീറ്റ് ഉള്ളിലേക്ക് പോകുന്ന ഭാഗത്ത് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. മുന്താണി വരുന്നത് ഇതുപോലെ ബ്ലൗസ് പീസും അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് ബോഡി പ്ലെയിൻ ആയിട്ട് വരുന്നു. സ്റ്റീവൻറ്റിലേക്ക് നമുക്ക് ആ ഒരു ബോർഡറും വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിലേക്കാണ് കേട്ടോ സാരി വരുന്നത്. നല്ലൊരു ബാട്ടിക് പ്രിന്റുകൾ അതിലേക്ക് പോകുന്ന ഡാർക്ക് ഗ്രേ കളറിലേക്കാണ് വരുന്നത്. വിത്ത് ബോർഡറോട് കൂടിയിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന സാരി തന്നെയാണ്. മുന്താണി വരുന്നത് ഇങ്ങനെ ബ്ലൗസ് പീസും അറ്റാച്ച്ഡ് ആണ്. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന നല്ലൊരു സെമി സിൽക്ക് ഫാബ്രിക്കിൽ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാരി തന്നെയാണ് കേട്ടോ. നല്ലൊരു എന്താ പറയുക, ഒരു സൺസെറ്റ് യെല്ലോ ഷെയ്ഡിൻ്റെ നേവി ബ്ലൂ കളറിൻ്റെയും കോമ്പിനേഷൻ ഭയങ്കര റിച്ച് ആയിട്ട് ഫീൽ ചെയ്യുന്ന നല്ല അടിപൊളിയായിട്ട് ഒരു പാർട്ടി വെയർ ഉപയോഗിക്കാൻ പറ്റുന്ന സാരിയാണ് കേട്ടോ. ചെറിയ ബൂട്ട വീവിങ് പോകുന്നുണ്ട് സാരിയിലേക്ക്. അതുപോലെ കോപ്പർ ജെറി വീവിങ് ആണ്. നല്ല ഭംഗിയായിട്ടുള്ള ബോർഡർ വരുന്നു. മുന്താണി വരുന്നത് ഇങ്ങനെ ഹെവി ആയിട്ട് തന്നെ മുന്താണി വരുന്നുണ്ട്. ബ്ലൗസ് പീസും കോൺട്രാസ്റ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത്. ബോഡി പ്ലെയിൻ ആയിട്ട് വരുന്നു. ഇതുപോലെ സ്ലീവിലേക്ക് ബോർഡർ കൊടുക്കുന്നുണ്ട്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ബൽഗാം പട്ട് ഫാബ്രിക്കാണ് കേട്ടോ. നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്. വളരെ സിൽക്കി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. അതുപോലെ നല്ലൊരു ഡാർക്ക് പീച്ച് കളറിലേക്ക് വരുന്നു. അതിലേക്ക് ഒരു ചിക്കു കളർ ആ ഒരു ത്രെഡിൻ്റെ ഒരു വീവാണ് പോകുന്നത്. ബോർഡറിലേക്ക് അതുപോലെ തന്നെ ചെറിയ ബൂട്ട വീവിങ്ങും പോകുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡുമാണ്. മുന്താണി വരുന്നത് ഇങ്ങനെ ബ്ലൗസ് പീസ് റണ്ണിങ് ആയിട്ട് തന്നെ വരുന്നു. ബോഡി പ്ലെയിൻ ആയിട്ട് വിത്ത് ബോർഡറോട് കൂടിയിട്ട്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു സിൽവർ കളറിലുള്ള സാരിയാണ് കേട്ടോ. നമ്മുടെ ആ ഒരു വീവ് ഒരു നെറ്റ് കോട്ടൺ ഫാബ്രിക്കിന്റെ ആ ഒരു വീവിലേക്കാണ് വരുന്നത്. ടിഷ്യൂ വീവിംഗ് ആണ് പോകുന്നത്. സിൽവർ കളർ ടിഷ്യൂ വീവിങ്. ഇതൊക്കെ നമുക്ക് സാരി ആയിട്ടുണ്ടെങ്കിൽ ഒരിടയ്ക്ക് ഒരുപാട് ട്രെൻഡ് ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻ കളറായിരുന്നു ഇത്. നമുക്ക് സാരി ആയിട്ടല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഓണം സീസണിലൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനും പാവാടയൊക്കെ തേക്കാനും ഒക്കെ നല്ലതാണ്. കാരണം ഇതിന്റെ ഇത് കണ്ടോ, ബോർഡർ കണ്ടോ, ഇത്രയും ഹെവി ആയിട്ടുള്ളൊരു ബോർഡർ ആണ്. നല്ല എലഗന്റ് ആയിരിക്കും. ഒരു ബ്ലാക്ക് ആൻഡ് ഒരു സിൽവർ കളർ കോമ്പിനേഷൻ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സാരി ആയിട്ട് കൊടുക്കാനാണെങ്കിലും വളരെ ഭംഗിയാണ്. ചെറിയ ബോർഡറാണ് ടോപ്പ് ബോർഡർ വരുന്നത്. ബോഡി പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. മുന്താണിലേക്ക് ചെറിയൊരു ഗോൾഡൻ കളറും കൂടെ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ടാസിൽ അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് റണ്ണിങ് ആണ് കേട്ടോ. ഇങ്ങനെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് സെമി സിൽക്കിൽ വരുന്ന ഫാബ്രിക് തന്നെയാണ്. നല്ലൊരു ബോഡി വരുന്ന ഒരു ഓഫ് വൈറ്റ് കളറിലേക്ക് വരുന്നു. കോൺട്രാസ്റ്റ് ആയിട്ടാണ് ബോർഡർ വരുന്നത്. നല്ലൊരു ബ്ലൂ കളറിലേക്ക്. ഇതിലേക്ക് സിൽവർ ജെറിയാണ് കേട്ടോ വീവ് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇങ്ങനെ വരുന്നു. മുന്താണി കോൺട്രാസ്റ്റ് ആയിട്ടാണ് വരുന്നത്. ബ്ലൂ കളറിലേക്ക് ഇതുപോലെ ബ്ലൗസ് പീസും കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് വിത്ത് ബോർഡറോട് കൂടിയിട്ട്. ഇത്രയും ഷെയ്ഡ്സ് ആണ് നമുക്ക് ഇന്നത്തെ ഓഫർ വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പർച്ചേസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. താങ്ക്